പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് പുതിയ ഒരു ചിന്തയുമായിട്ടാണ്. ബൈബിൾ സങ്കീർത്തനങ്ങളിൽ 56-ാം സങ്കീർത്തനം, അതിൻ്റെ ഹെഡിങ് തന്നെ ഞാൻ നിർഭയനായി ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. പൊതുവെ മനുഷ്യരായ നമുക്കെല്ലാം ഉള്ള ഒരു പ്രധാനപ്പെട്ട കുറവ് ഭയം എന്നുള്ളതാണ്. ഭയം ദൈവത്തിൽ നിന്ന് വരുന്നില്ല, ഭയം പിശാചിൽ നിന്നാണ് വരുന്നത്. അപ്പം ഇവിടെ കർത്താവ് നമ്മളെ ആ തിരുവചനത്തിൽ കൂടി, സങ്കീർത്തനത്തിലെ തിരുവചനത്തിൽ കൂടി നമ്മളെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്താണ്? ഞാൻ അല്പം ഒന്ന് ആ തിരുവചനം നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. സങ്കീർത്തനം 56:1 മുതലുള്ള തിരുവചനങ്ങൾ. ദൈവമേ, എന്നോട് കരുണ തോന്നണമേ. മനുഷ്യർ എന്നെ ചവിട്ടി മെതിക്കുന്നു. ദിവസം മുഴുവനും ശത്രുക്കൾ എന്നെ പീഡിപ്പിക്കുന്നു. ദിവസം മുഴുവനും എൻ്റെ ശത്രുക്കൾ എന്നെ ചവിട്ടി മെതിക്കുന്നു. അനേകർ എന്നോട് ഗർവ്വോടെ യുദ്ധം ചെയ്യുന്നു. ഭയമുണ്ടാകുമ്പോൾ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. ആരുടെ വചനത്തെ ഞാൻ പ്രകീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കുന്നു. മർത്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? ഫർദർ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ 8-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്. അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും പല സ്ഥലങ്ങളും പല ധ്യാനകേന്ദ്രത്തിലൊക്കെ കേട്ടിട്ടുള്ള തിരുവചനമാണ്. ഞാൻ തന്നെ ഇതിനെപ്പറ്റി അന്തം വിട്ട് ചിന്തിച്ചിട്ടുണ്ട് ഇത് എന്താണെന്ന് പോലും. അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അനുഭവിക്കുന്ന ഓരോ ചെറിയ സഹനങ്ങൾ പോലും ദൈവം കാണുന്നുണ്ട്. നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, വേദനകൾ, നമ്മുടെ പ്രയാസങ്ങൾ, പല ഒരു വിധത്തിലാണ് ഇന്ന് മനുഷ്യൻ ദുഃഖിക്കുന്നത്, അല്ലേ? ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള വലിയ പിരിമുറുക്കത്തിൽ കിടക്കുന്നവരുണ്ട്. അങ്ങനെ ധാരാളം പേര് ഇപ്പോൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്, കുടുംബത്തോടെയൊക്കെ, അല്ലേ? അല്ലാതെ എന്തോരം ഈ സ്വത്തിന് വേണ്ടി തന്നെ എത്ര കൊലപാതകങ്ങളാണ് നടക്കുന്നത്. വാസ്തവത്തിൽ സ്വത്തിന് വേണ്ടി മാത്രം അമ്മയെ കഴുത്തറക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം വായിച്ച ഒരു വാർത്തയാണ്, ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു. അമ്മയെ കഴുത്തറുത്ത് കൊല്ലുന്നു. നല്ല ജോലിയിലിരുന്ന ഒരു സഹോദരിയാണ്. അയാളുടെ 52 വയസ്സുള്ളൊരു മകനാണ് ഈ അമ്മയുടെ കഴുത്തറുത്ത് കൊന്നത്, സ്വത്തിന് വേണ്ടിയാണ്. അപ്പോൾ അയാൾ മദ്യപാനം ഇതിനെല്ലാം അടിമയായിരുന്നു. അതുകൊണ്ട് മദ്യവും അതുപോലെ തന്നെ മറ്റ് ഈ ഡ്രഗ്സ് ഇതെല്ലാം അയാളിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുപക്ഷെ അത് ചിന്തിക്കാതെ ചെയ്തതായിരിക്കാം. നമുക്കിപ്പോൾ അയാളെ ന്യായീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേറെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് നമ്മുടെ നാട്ടിലുണ്ട്, അല്ലേ? നല്ല ആരോഗ്യമുള്ള ഒരാൾ പെട്ടെന്ന് രോഗം പിടിപെട്ട് കിടക്കുന്നു, അല്ലേ? ഒരു കുഴപ്പമില്ലാതിരുന്ന് നടന്ന ആളാണ്. പക്ഷേ പെട്ടെന്ന് അയാൾ തളർന്നു വീഴുന്നു. അയാൾക്ക് ഒരു സ്ട്രോക്ക് ഉണ്ടായി, അങ്ങനെ കിടക്കുകയാണ്. പിന്നെ എഴുന്നേറ്റ് പോകാൻ മേലാത്ത അവസ്ഥ. നല്ല ആരോഗ്യമുള്ള മനുഷ്യനെന്ന് ഓർക്കുക, 50-55 വയസ്സൊക്കെ ഉള്ളൂ. അപ്പം നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം, ഇത് ദൈവം അറിയാതെ ഇതൊന്നും സംഭവിക്കുന്നില്ലെന്നുള്ളത് ഓർക്കുക ഒന്നാമത്. അപ്പം നമ്മൾ ഈ കണ്ണുനീര് പൊഴിച്ച് നമ്മൾ വിഷമിച്ചിട്ട് നിരാശപ്പെട്ട് നമ്മൾ ആത്മഹത്യ ചെയ്യുമെന്ന് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. ആത്മഹത്യ ചെയ്താൽ നമ്മൾ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. നമ്മുടെ ആത്മാവ് എന്നേക്കുമായിട്ട് നശിച്ചു പോവുക ചെയ്യുന്നത്. അതോടെ ആത്മഹത്യ കൊണ്ട് ആരും രക്ഷപ്പെടുന്നില്ല. ആത്മഹത്യ നമ്മൾ ശിക്ഷ വിളിച്ചു വരുത്തുക ചെയ്യുന്ന വാസ്തവത്തിൽ. അതുകൊണ്ട് കർത്താവ് പറയുന്ന ഈ വചനമെന്ന് ഓർക്കുക. അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. സങ്കീർത്തനം 56:8 തിരുവചനം ഓർത്തിരുന്നോളണേ. അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ ശത്രുക്കൾ പിന്തിരിയും. ദൈവം എൻ്റെ പക്ഷത്താണെന്ന് ഞാൻ അറിയുന്നു. ഉണ്ടോ? ദൈവം നമ്മുടെ പക്ഷത്ത്, ആര് നമുക്കെതിരെ നിൽക്കുമെന്ന് റോമക്കാർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. വെൻ ഗോഡ് ഈസ് ഫോർ യു, ഹൂ ക്യാൻ ബി എഗൻസ്റ്റ് യു? ദൈവം നമ്മുടെ കൂടെ. ഞാനൊരു സംഭവം പറയാം. ഈ ഒരൊറ്റ തിരുവചനം ഒരു വലിയ കൊലപാതകത്തിൽ നിന്ന് ഒരാളെ രക്ഷിച്ചൊരു സംഭവമുണ്ട്. ഒരു വലിയ വചനപ്രഘോഷകനാണ് കേട്ടോ. അങ്ങേർക്ക് സ്വന്തമായിട്ട്
ഒരു കമ്പനിയൊക്കെ ഉണ്ട്, അയാൾക്ക് അവിടെ തന്നെ എംപ്ലോയീസ് ഉണ്ട്. അപ്പോൾ അതിൽ പെട്ട ഒരാൾ ആയിട്ട് ഇദ്ദേഹത്തിന് ഒരു പ്രശ്നമുണ്ടായി. എന്തോ ഒരു പ്രശ്നമായിരുന്നു. അപ്പം അയാൾ വഴക്ക് പറയുക മറ്റോ ചെയ്തു ഈ വചന പ്രൊഫഷൻ പറഞ്ഞ ഈ വ്യക്തിയെ. അന്ന് ഉച്ച കഴിഞ്ഞ് അയാൾ അല്പം ഒന്ന് കിടക്കുകയായിരുന്നു കേട്ടോ, ഒന്ന് ഉറങ്ങാൻ കിടക്കുകയായിരുന്നു. ഇച്ചിരി റെസ്റ്റ് എടുക്കാനായിട്ട് കിടക്കുമ്പം അയാൾ കണ്ണ് തുറന്ന് നോക്കുമ്പം കത്തി ഉയർത്തിപ്പിടിച്ച് ഇതേ മനുഷ്യൻ, ഇയാളുടെ എംപ്ലോയി നിൽക്കുകയാണ്, ഇയാളെ കൊല്ലാൻ നിൽക്കുക. അപ്പോൾ ഈ വചനപ്രഘോഷൻ പെട്ടെന്ന് അയാളുടെ മനസ്സിലേക്ക് പരിശുദ്ധാത്മാവ് കൊടുത്ത വചനം, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും എന്നുള്ള ആ ഒരു തിരുവചനം ആണ്. റോമാക്കാർക്ക് 8-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച്. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിരെ നിൽക്കും. വെൻ ഗോഡ് ഈസ് ഫോർ യു ഹു ക്യാൻ ബി അഗൻസ്റ്റ് യു. ഈ വചനം അദ്ദേഹം ആവർത്തിച്ച് പറയാൻ തുടങ്ങി. അങ്ങേര് കിടക്കുകയാണ്, മറ്റേയാൾ കത്തി കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. പെട്ടെന്ന് സംഭവിച്ചത് എന്നാണെന്നറിയാമോ? ഇയാൾ നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണ് ഈ കത്തി പിടിച്ച് നിൽക്കുന്ന ആൾ. അയാൾ പെട്ടെന്ന് അങ്ങോട്ട് വിറയ്ക്കാൻ തുടങ്ങി. വിറച്ച് നൊരയും പതയെല്ലാം ഒലിപ്പിച്ച് അയാൾ നിലത്ത് വീണു, കത്തിയും താഴെ വീണു. ഒറ്റ വചനത്തിൻ്റെ ശക്തിയാണെന്ന് ഓർക്കണം കേട്ടോ. പേര് പറഞ്ഞാൽ ആ വചനപ്രഘോഷകർ നിങ്ങളെല്ലാവരും അറിയുന്നതാണ്, പക്ഷെ ഞാനത് പറയുന്നില്ല, പറയേണ്ടെന്ന് ഓർത്തുകൊണ്ടാണ് കേട്ടോ. പേരുകളൊക്കെ അങ്ങനെ വെളിപ്പെടുത്തുന്നത് ശരിയല്ല, പക്ഷേ അത് സംഭവിച്ച കാര്യമാണ്, അങ്ങനെ തന്നെ പറഞ്ഞ കാര്യമാണ്. അപ്പം അത്രമാത്രം ശക്തിയാണ് ഓരോ തിരുവചനങ്ങൾക്കെന്ന് ഓർക്കണം. അപ്പം ഇതിനകത്ത് പറയുന്നില്ലേ, അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ ഓരോ ചെറിയ ചെറിയ കാര്യത്തിൽ പോലും ശ്രദ്ധ പതിപ്പിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം എന്ന് കർത്താവ് പറഞ്ഞു തരുന്നില്ലേ, പിന്നെ എന്തിനാണ് ഭയപ്പെടുന്നത്? നമ്മളെല്ലാവരും ഭയപ്പെട്ടിട്ടുള്ളവരാണ് കേട്ടോ, തീർച്ചയായിട്ടും. പക്ഷേ ഈ വചനം നമ്മളെ കൂടുതൽ ശക്തിപ്പെടുത്തും. അപ്പോൾ ഈ പറഞ്ഞ വചനം, ആ ഒരു വചനത്തിൻ്റെ ശക്തി ഞാൻ പറഞ്ഞു കേട്ടോ. ഇരുതലവാളിനേക്കാൾ മൂർച്ചയുള്ള വാളാണ്, ഇരുതലവാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് ദൈവവചനം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ആ വാളെടുത്തിട്ടാണ് ഒരു വെട്ടിയത്. അങ്ങേരെ കുത്താൻ നിന്ന ആ മനുഷ്യനിട്ടൊരു വെട്ടി ആ വചനം കൊണ്ട്, ആത്മാവിൻ്റെ വചനം കൊണ്ട് കേട്ടോ. എഫെസോസ്യർ എഴുതിയ ലേഖനത്തിൽ 6-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ കേട്ടോ. അത് തീർച്ചയായിട്ടും നമ്മൾ എല്ലാ ദിവസവും ചെല്ലണമെന്നാണ് അറിവുള്ളവരും പിന്നെ വൈദികരും എല്ലാം നമ്മളോട് ആവശ്യപ്പെടുന്നത് കേട്ടോ. അത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളത് ഒരിക്കലും നമ്മളത് വിട്ടുപിടിക്കരുത് കേട്ടോ. കാരണം അത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ശക്തി കിട്ടും. കാരണം അത് പിശാചിനെതിരായിട്ടുള്ള പിശാചിനെതിരെയാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്. ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കുക, ആ വചനം കൂടെ ഒന്ന് വായിച്ച് കേൾപ്പിച്ച് നിങ്ങളത് എല്ലാ ദിവസവും മറക്കാതെ ചെല്ലണം കേട്ടോ. അത് വളരെ ശക്തി നമുക്ക് തരും. എന്നോടൊരു ധ്യാനഗുരു എനിക്ക് പറഞ്ഞു തന്ന ഒരു കാര്യമാണിത്. എഫെസോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 6-ാം അധ്യായം 10 മുതൽ 17 വരെ ആത്മീയ സമരം എന്നാണ് എൻ്റെ ഹെഡിങ് തന്നെ. പക്ഷേ നമ്മൾ ആ വചനം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കാണാതെ പഠിക്കാതെ അത് പിശാചിനെതിരായിട്ടുള്ളൊരു വലിയ പവർഫുള്ളായിട്ടുള്ളൊരു ആത്മീയ സമരം എന്ന് പറയും. ഞാൻ വായിക്കുകയാണ് കേട്ടോ, 10 മുതൽ 17 വരെ. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരായിട്ടാണ് പടവെട്ടുന്നത്. അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. തിന്മയുടെ ദിനത്തിൽ ചെറുത്ത് നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാവുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിച എടുക്കുവിൻ. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ. ഉണ്ടോ? ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ എന്നാണ് പറയുന്നത്. ഈ വചനം നമ്മൾ ഇത്രയും 10 മുതൽ 17 വരെ ഉള്ളത് ഹൃദിസ്ഥമാക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അത് നമ്മൾ ദിവസവും
ആവർത്തിച്ച് ചെല്ലണം. ഒരു തവണയെങ്കിലും അത് ചെല്ലുക. കാരണം പൈശാചികമായ നമുക്ക് വലിയ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ തിരുവചനം നമ്മളെ രക്ഷിക്കും. ഈ തിരുവചനങ്ങൾ കാരണം നമ്മൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അലറിക്കൊണ്ട് നടക്കുന്ന പിശാചിനെ നമ്മളെങ്ങനെ നേരിടുമെന്നുള്ള രീതിയിൽ മുന്നോട്ട് നടക്കുമ്പോൾ പത്രോസ്ലീഹ പറഞ്ഞിട്ടുണ്ട്, അലറിക്കൊണ്ട് നടക്കുന്ന പിശാചുക്കൾ ആരെ വിഴുങ്ങണമെന്ന് ആലോചിച്ച് നടക്കുകയാണ്. അതാണ് നമ്മുടെ നാട്ടിൽ ഇത്രയധികം, നമ്മുടെ രാജ്യത്ത് ഇത്രയധികം ക്രൂരമായ കാര്യങ്ങൾ, കൊലപാതകങ്ങളും വെട്ടും കുത്തും ഒക്കെ നടക്കുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു വചനമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ആ വചനം ഒരിക്കലും മറക്കല്ലേ. കാരണം അത് വളരെയധികം നമ്മളെ സഹായിക്കും കേട്ടോ. ഇപ്പോൾ ഈ ഒരു വചനം ആ പറഞ്ഞ വചനപ്രഘോഷകന് വലിയൊരു കൊലപാതകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയില്ലേ? അയാളെ കൊല്ലാൻ നിൽക്കുകയായിരുന്നു, കത്തി കുത്തിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുകയല്ലേ. വിറച്ച് താഴെ കിടന്നു നൊര ഏൽപ്പിച്ചുകൊണ്ട്. സംഭവിച്ച കാര്യം കേട്ടോ, സംഭവിച്ചതാണിത്. വിശ്വസിക്കണം നിങ്ങൾ തീർച്ചയായിട്ടും. അപ്പോൾ ഈ വചനമെല്ലാം നമ്മളെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കണം കേട്ടോ. അതുകൊണ്ട് ഇതെല്ലാം കേട്ട് നമ്മൾ നിരാശപ്പെട്ട് പോകരുത്, ഒന്നിനും പോകരുത്. ആരും ആത്മഹത്യയ്ക്ക് പോകരുത് പ്ലീസ്. ഇത് കേൾക്കുന്ന ഒരാളെങ്കിലും ആർക്കെങ്കിലും അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ ആത്മഹത്യയ്ക്ക് പോകാൻ ആരും തുനിയരുത്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും രക്ഷപ്പെടുകയില്ല, നമ്മൾ നശിക്കുക ചെയ്യുന്നത്. ആ നിമിഷം യൂദാസിന് എന്താ പറ്റിയത്? യൂദാസ് കറിയാത്തോയ്ക്ക് എന്താ പറ്റിയത്? അത്രയും നാളും യേശുവിൻ്റെ കൂടെ നടന്നു, യേശുവിനെ സഹായിക്കുകയും പണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയും മണസഞ്ചി അയാളുടെ കയ്യിലായിരുന്നല്ലേ പറയുന്നത്. അവസാനം എന്ത് പറ്റി? 33 വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റി കൊടുത്തിട്ട് പോയി കെട്ടിത്തൂങ്ങി ചത്തു. തീർന്നില്ലേ? പണി കഴിഞ്ഞില്ലേ? ഇല്ലെങ്കിൽ മത്യാസ് എന്ന് പറയുന്ന ആ അപ്പസ്തോലൻ്റെ സ്ഥാനത്ത് വരേണ്ട ആളാണ്, 12 പേരിൽ ഒരുവൻ ആയിട്ട് വരേണ്ട ആളാണ് യൂദാസ് സ്കറിയാത്തോ. പക്ഷെ പറ്റില്ല. അത് നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഈ കാര്യങ്ങൾ നമ്മൾ ധ്യാനിച്ചുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും. ആമേൻ.